Hi friends, welcome to Garam Masala, the magic spices of cooking. ഗീ റൈസ് മലബാർ സ്റ്റൈൽ. ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈലിൽ ഒരു ഗീ റൈസ് ഉണ്ടാക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. കൈമ റൈസ് ഓർ ജീരകശാല റൈസ് 2 കപ്പ്, നെയ്യ് 6 ടേബിൾ സ്പൂൺ, സവാള 1 കപ്പ് സ്ലൈസ് ചെയ്തെടുത്തത്, 1/2 കപ്പ് ചോപ്പ് ചെയ്തെടുത്തത്, ഏലക്ക 4 മുതൽ 6 എണ്ണം വരെ, പട്ട 1 ഇഞ്ച് നീളമുള്ള 3 എണ്ണം, ഗ്രാമ്പൂ 4 മുതൽ 6 എണ്ണം വരെ, ബേ ലീവ്സ് 2 എണ്ണം. ഇത് ഓപ്ഷണലാണ്. ഇഞ്ചി 1 ഇഞ്ച് നീളമുള്ള 2 പീസ്, മല്ലിയില, കാഷ്യൂ നട്ട്സ്, റൈസൻസ്, ഉപ്പ്, വെള്ളം 3 കപ്പ്. അടുത്തതായി നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാം. ഇതിനായി ഒരു ഡീപ്പ് പാൻ എടുക്കണം. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റൈസൻസ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ റൈസൻസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് സവാള കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ കാഷ്യൂ നട്ട്സ്, റൈസൻസ്, സവാള ഇവയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സ് ഇവയാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർക്കാം. ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ട്രാൻസ്പാരന്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരിയും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം 5-6 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്താൽ മതി. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ റൈസ് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കണം. 1 കപ്പ് റൈസിലോട്ട് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത്. വേവ് അധികം വേണ്ടവർക്ക് 2 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് റൈസ് വേവിച്ചെടുക്കേണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ലെവൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് മല്ലിയില സ്പ്രിങ്കിൾ ചെയ്യാം. അടുത്തതായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസൻസ്, ഒനിയൻ ഇവയുടെ ഹാഫ് പോർഷൻ കൂടെ ചേർത്ത് കൊടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിൻ്റെ മുകളിലായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ആവശ്യമെങ്കിൽ ഒരു നാരങ്ങയുടെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിലായി നമ്മുടെ പാൻ വയ്ക്കാം. അതിനുശേഷം വെരി ലോ ഫ്ലെയിമിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം 10 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി മലബാർ സ്റ്റൈൽ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി വന്ന കാഷ്യൂ നട്ട്സ്, റൈസൻസ്, ഒനിയൻ ഇവ കൊണ്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഈ റൈസ് നമുക്ക് ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.